الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إني توسلت بالمختار أشرف من رقي السماوات سر الواحد الأهدي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلى أمة سيدنا محمد اللهم صل وسلم وبارك عليه. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടത്തെ വിളിച്ച് സലാത്തും സലാമുമാണ് ഇപ്പൊ നമ്മൾ ചൊല്ലിയത്. അതാണല്ലോ അശ്റഖ ബൈത്തുള്ളത്. അശ്റഖ ബൈത്തിലുള്ള വിഷയം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറയുന്ന ഒരു അവസരമാണ്. മഹാനായ ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു ശറഫലന മൗലിദ് രചിച്ചു. മഹാനവകൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറഞ്ഞ് ആശിഖീങ്ങളുടെ ഹൃദയമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറഞ്ഞ് അവിടുത്തെ ഹൃദയം മുത്തനബി തങ്ങളോടങ്ങ് അടുത്ത് മദീനയോടങ്ങ് അടുത്ത് മദീനയിലേക്ക് ലയിച്ചുകൊണ്ട് അവിടുത്തെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് അവിടുന്ന് വിളിച്ചു, യാ നബി സലാം അലൈക്കും. ഓ അങ്ങ് മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹബീബായ നബിയേ, റസൂലേ, എന്റെ സലാം അങ്ങേക്ക്. യാ നബി സലാം അലൈക്കും. നബിയേ, അങ്ങേക്ക് എന്റെ സലാം. ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും എല്ലാ വിശ്വാസികളായിട്ടുള്ള ഏതൊക്കെ ആളുകൾ, ഏതൊക്കെ ഭാഷക്കാരായാലും ദേശക്കാരായാലും ഏത് രാജ്യക്കാരായാലും ശരി, എല്ലാ മുഅ്മിനീങ്ങളും ദിവസവും 5 നേരം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടത്തേക്ക് സലാം പറയേണ്ടതുണ്ട്. ഈമാനുള്ള ഏത് മുഅ്മിനീങ്ങളും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹയാത്ത് കാലത്തും അവിടുന്ന് വഫാത്തായി 1400 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറയാതെ ഒരു മുഅ്മിനിന്റെ നിസ്കാരവും അല്ലാഹു സ്വീകരിക്കൂല. അല്ലാഹുവിനോട് മാത്രം ബന്ധം പുലർത്തിയാൽ പോരാ. വമൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന് ഒരാൾ വഴിപ്പെട്ടാൽ അവൻ അല്ലാഹുവിന് വഴിപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറയാതെ ഒരാളുടെ നിസ്കാരവും അല്ലാഹു സ്വീകരിക്കൂല. അതിപ്പോഴും അങ്ങനെ തന്നെ. വഫാത്തിന്റെ മുമ്പ് എന്നല്ല, വഫാത്തിന്റെ ശേഷവും മുത്തുനബി തങ്ങളോട് സലാം പറയണം. ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണ മനുഷ്യനല്ല. ഏതെങ്കിലും സാധാരണ മനുഷ്യനോട് സലാം പറയാൻ അല്ലാഹു നിർദ്ദേശിച്ചിട്ടില്ല നിസ്കാരത്തിൽ എന്നല്ല. മറ്റു മനുഷ്യന്മാരോട്, സ്വന്തം ഉമ്മയോടായാലും ശരി ഉപ്പയോടായാലും ശരി, നാം നമ്മുടെ നിസ്കാരത്തിൽ എന്തെങ്കിലും സംസാരിച്ചു പോയാൽ നമ്മുടെ നിസ്കാരം ബാത്തിലായി പോകും.
എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നേരിട്ട് തന്നെ അല്ലെങ്കിൽ സലാം പറഞ്ഞേക്കുകയല്ല, മുത്തുനബി തങ്ങൾ നമ്മുടെ മുമ്പിൽ ഉള്ളതുപോലെ സലാം പറയണം. അതുവരെ നാം ഇബാദത്ത് എടുത്തത് എന്താണ്? ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ എല്ലാ കർമ്മങ്ങളും നിസ്കാരങ്ങളുമെല്ലാം നിനക്കാണെന്ന് പറഞ്ഞ് വജ്ഹത്തൂതിയ മുഅ്മിനായ മനുഷ്യൻ അത്തഹിയാത്തിലെത്തുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ, ഓ നബിയേ അങ്ങേക്ക് എൻ്റെ സലാം. അതുകൊണ്ട് മുത്തുനബി തങ്ങൾ ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവരും മദീനയിലേക്ക് മുത്തുനബി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പോകേണ്ടതില്ല എന്ന് പറയുന്നവരും മുത്തുനബി തങ്ങളെ ഓർത്തുകൊണ്ട് യാ നബി ചൊല്ലിയാൽ അത് ശിർക്കാണെന്ന് പറയുന്നവരും മുത്തുനബി തങ്ങളുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് മൗലിദ് ഓതിയാൽ അത് ശിർക്കാണ്, അതുകൊണ്ട് മൗലിദിന്റെ മജ്ലിസിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്നവരും എല്ലാവരും മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ലോകത്തിന്റെ നേതാവിനെ വിളിക്കേണ്ടതുണ്ട്. ആ വിളിയിൽ അവൻ ഉദ്ദേശിക്കേണ്ടത് ആരെ തന്നെ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെ ഉദ്ദേശിക്കണം. ഒരാളെ പേര് വിളിക്കുമ്പോൾ മറ്റൊരാളല്ല ഉദ്ദേശിക്കേണ്ടത്. തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുമ്പോൾ മുത്തുനബിയെ ഓർക്കാൻ പാടില്ല. അത് ശിർക്ക്, അത് വലിയ ശിർക്കാണ്, പാപമാണെന്ന് അവരുടെ പുസ്തകങ്ങൾ എഴുതി വെക്കുന്നു. എന്നാൽ മുത്തുനബി തങ്ങളേക്ക് സലാം പറയുമ്പോൾ അയ്യുഹൻ നബിയോ എന്ന് പറയുമ്പോൾ ആ ലോകത്തിന്റെ നേതാവിനെ തന്നെ ഓർക്കാൻ വേണ്ടിയാണ് അല്ലാഹു നമ്മോട് അത്തഹിയാത്തിൽ ആ രൂപത്തിൽ ചൊല്ലാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ മുത്തുനബി തങ്ങളെ ഓർക്കേണ്ടതില്ല എങ്കിൽ അല്ലാഹു തആല നമ്മോട് എന്തുകൊണ്ട് അത് നിർദ്ദേശിക്കേണ്ടതുണ്ട്? അതുകൊണ്ട് മുഹിബ്ബീങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മരണപ്പെട്ടു എന്ന് പറയാൻ പാടില്ല എന്ന് നമുക്കറിയാം. മരിച്ചു എന്ന് പറയാൻ പാടില്ല, മറിച്ച് എന്താണ് പറയേണ്ടത്? വഫാത്തായി എന്നാണ്. താൽക്കാലികമായി ഭൗതികമായ ഈ ജീവിതം അവസാനിപ്പിച്ച് പാരത്രിക ലോകത്തേക്ക് നീങ്ങിയതാണ്. അവരവിടുന്ന് ഹയ്യും ഫീ ഖുലൂബിനാ, മുത്തുനബി തങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഹയ്യാണ്. മുത്തുനബി തങ്ങൾ ഖബറിൽ ഹയ്യാണ്, ആലമുൽ അർവാഹിൽ ഹയ്യാണ്. മുത്തുനബി തങ്ങൾ ജീവിച്ചിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവിടത്തെ കുറിച്ച് പറയേണ്ടത് വഫാത്തായി, അവിടുത്തെ ഭൗതികമായ ലോകത്തുള്ള ജീവിതം പൂർത്തിയായി എന്നാണ്. അതുകൊണ്ട് തന്നെ മുത്തുനബി തങ്ങളെ നാം വിളിക്കുമ്പോൾ മുത്തുനബി തങ്ങളെ തന്നെ ഓർക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ ഐനുന്നൂർ മജ്ലിസിൽ മഹാനായ ഖുതുബുൽ ആലം സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാൻ, അവർ വലിയ ആശിഖല്ലേ, മുഹിബ്ബുർ റസൂലല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതിയായ ഇഷ്ഖിലായി അവർ വെച്ച മഹാനല്ലേ. അവിടുത്തെ വീട്ടിൽ വെച്ചല്ലേ ഈ മജ്ലിസ് സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, നാം ദിവസവും മുത്തുനബി തങ്ങളോട് ദിവസവും സലാത്തും സലാമും ചൊല്ലുന്ന മജ്ലിസാണ്. യാ നബി സലാം എന്ന് പറയുമ്പോ ബഹുമാനത്തോടുകൂടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നമ്മുടെ മനസ്സും എല്ലാം കൊടുത്തുകൊണ്ട് അവിടുത്തെ പച്ച കുബ്ബ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടവർ ആരൊക്കെയുണ്ടോ അവരെല്ലാം ആ സുന്ദരമായ മുഖം ഓർത്തുകൊണ്ട് മദീനയിൽ പോയവരുണ്ടോ അവരവിടുത്തെ ഖബർ ശരീഫ് മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് എൻ്റെ ഓരോ പ്രയാസങ്ങൾക്കും പരിഹാരം കിട്ടണമെന്ന ഉദ്ദേശത്തോടുകൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാത്തും സലാമും ചൊല്ലി നമ്മുടെ പ്രയാസങ്ങൾ പറയാനുള്ള നല്ലൊരു മജ്ലിസായി ഈ മജ്ലിസിനെ നാം മാറ്റേണ്ടതുണ്ട്. വീടുകളിൽ വെച്ച് കാണുന്നവർ കേൾക്കുന്നവർ അവരെല്ലാവരും നല്ല സദസ്സായി ഇരുന്ന് നല്ല ബഹുമാനത്തിൽ അച്ചടക്കത്തോടും ഇരുന്നു കൊണ്ട് ഈ അശ്റഖ് വൈത്തിന്റെ സമയത്ത് എഴുന്നേറ്റ് നിൽക്കണം. കുട്ടികളെല്ലാം
നല്ല വസ്ത്രങ്ങളൊക്കെ അണിയിപ്പിച്ച് എല്ലാവരും പരമാവധി നല്ല രൂപത്തിൽ നിന്ന് അച്ചടക്കത്തോടുകൂടെ ആ മജ്ലിസിൽ പങ്കെടുക്കുക. അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്വീകരിക്കപ്പെടുന്ന ഒരു അമലാണ് എന്ന വിശ്വാസത്തിൽ തന്നെ മുത്തുനബി തങ്ങൾ കാണുന്നു എന്ന വിശ്വാസത്തിൽ തന്നെ നമ്മുടെ വീടുകളിൽ മൗലിദിന്റെ മജ്ലിസുകൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. ഒരു ദിവസവും മൗലിദ് ഓതാത്ത ഒരു ദിവസവും ഈ റബീഉൽ അവ്വൽ നമുക്കുണ്ടാകാൻ പാടില്ല. ആ മൗലിദ് ഓതുന്ന വീട്ടിലുണ്ടാകുന്ന ഗുണങ്ങൾ നിങ്ങൾ മുൻകഴിഞ്ഞ പ്രഭാഷണങ്ങളിലൊക്കെ കേട്ടവരാണ്. എല്ലാവിധ ആപത്തുകളെ തൊട്ട് ഒരു വലിയ സമാധാനമാണ്. ഒരുപാട് വീടുകളിൽ നിന്ന് പ്രയാസങ്ങളാണ്, വിഷമങ്ങളാണ്, പരരോഗങ്ങളാണ്. കാരണം കണ്ടെത്താത്ത പല രോഗങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കാശുകൾ മുഴുവനും ഹോസ്പിറ്റലിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. ധാരാളം ടെസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എത്ര പണമാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിന്റെ ഒരു മജ്ലിസ് നമ്മുടെ വീട്ടിൽ കുടുംബവും എല്ലാ മക്കളും അതുപോലെ സഹോദരന്മാരും സഹോദരിമാരും ഭാര്യയും ഭർത്താവും അതുപോലെ പരസ്പരം കാണാൻ പറ്റുന്ന എല്ലാവരും ഒരുമിച്ചിരുന്ന്, കാണാൻ പറ്റാത്ത ഇളച്ചന്മാർ മുത്തച്ഛന്മാർ തുടങ്ങിയവർ അവർ അപ്പുറത്തെ റൂമിലും അല്ലെങ്കിൽ ഡൈനിങ് ഹാളിലും ഓഫീസിലൊക്കെ ഇരുന്ന് വ്യത്യസ്തമായ സദസ്സുകളിൽ കാണാൻ പറ്റാകുന്നവർ അങ്ങ് ഒരുമിക്കുക. കാണാൻ പറ്റാത്തവർ മറ്റു സ്ഥലത്തും ഇരുന്ന് മൗലിദിന്റെ മജ്ലിസ് നമ്മുടെ വീട്ടിലും നാം നടത്തിയാൽ അതാ വർഷത്തിൽ വലിയ അമ്നാണ്, വലിയ സമാധാനമുള്ള മജ്ലിസാണ്, ദുആക്ക് ഉത്തരം കിട്ടുന്ന സദസ്സാണ്, വലിയ രോഗങ്ങളെ തൊട്ട് തടയാനുള്ള കാരണമാകും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പൂർവികരായ മഹത്തുക്കൾ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ മൗലിദ് മജ്ലിസുകൾ നടത്താൻ വേണ്ടി നിർദ്ദേശം നൽകുന്നത്. വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ സൈനുദ്ദീൻ മഖ്ദൂം അടക്കമുള്ള ഇമാം ഗസാലി തങ്ങൾ അടക്കമുള്ളവർ ഒരുപാട് മഹത്തുക്കൾ വലിയ പ്രയാസങ്ങൾ വരുമ്പോൾ അവർ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദുകൾ രചിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് എഴുതുകയാണ്. അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നിങ്ങളെല്ലാവരും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളും എല്ലാവരും മുത്തുനബി തങ്ങളെ മൗലിദ് ഓതുന്നവരാകണം. ഇന്ന് എത്ര സംവിധാനങ്ങളുണ്ട്, എത്ര സൗകര്യങ്ങളുണ്ട്. ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ മൗലിദ് ഈ മജ്ലിസിന്റെ കൂടെ ചെല്ലാൻ സൗകര്യമുണ്ട്. പുരുഷന്മാർ ജോലിക്ക് പോയവരായിരിക്കും, അല്ലെങ്കിൽ രാത്രി വൈകി വരുന്നവരായിരിക്കും. എന്നാൽ നിങ്ങൾ സുബഹിന്റെ ശേഷമെങ്കിലും ആ മൗലിദുകളിൽ നിന്ന് ഓതണം. മങ്കൂസ് മൗലിദിലെ ഓരോ ഹദീസെങ്കിലും ഓതി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നമ്മുടെ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ ചുരുങ്ങിയ രൂപത്തിൽ അശ്റഖ ബൈത്തിന്റെ ചെറിയൊരു അർത്ഥം പറയുകയാണ്. എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൽ അശ്റഖ ബൈത്ത് ചൊല്ലുന്നുണ്ട്. മുത്തനബി തങ്ങളോട് സലാത്തും സലാമും ചൊല്ലുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. ഒന്നാമതായി പറയാനുള്ളത്, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ വിളിക്കുന്നു, യാ നബി, ഓ നബിയായവരെ, സലാം അലൈക്കും, അങ്ങേക്ക് എൻ്റെ സലാം. ചില ആളുകൾ അവിടെ എന്ത് ചൊല്ലും? യാ നബീബ് എന്ന് ചൊല്ലും. യാ ഹബീബിനോട് ഒപ്പിച്ചുകൊണ്ട് പല ആളുകൾക്കും സദസ്സിനൊക്കെ കേൾക്കാം യാ നബീബ് സലാം എന്ന് പറയുന്നു. അത് തെറ്റാണ്. അങ്ങനെ നബീബ് എന്നല്ല, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ്. അവിടെ യാ ഹബീബ്, ഓ ഹബീബായവരെ, അല്ലാഹുവിന്റെ ഹബീബായവരെ, സലാം അലൈക്കും, സലവാത്ത്
സ്വലാത്തുല്ലാഹി അലൈക്കും, തങ്ങളെ മേൽ സലാത്തും സലാമും ഉണ്ടാകട്ടെ. പരമാവധി ആ ബൈത്ത് തന്നെ ജവാബാക്കി ചൊല്ലലാണ് നല്ലത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. മുത്തനബി തങ്ങളെ വിളിച്ച് അവിടത്തെയോട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാനുള്ള നല്ലൊരു സദസ്സാണ്. ആ സദസ്സാകുമ്പോൾ അവിടത്തെ വിളിക്കുന്ന പേര് വിളിച്ചുകൊണ്ട് തന്നെ മറ്റു ബൈത്തുകൾ പരമാവധി എപ്പോഴെങ്കിലൊക്കെ എടുക്കെങ്കിലും നമ്മുടെ നല്ലൊരു മജ്ലിസ് ദുആക്ക് ഉത്തരം കിട്ടണം. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ വലിയ പ്രയാസങ്ങളൊക്കെ കരുതി വിളിക്കുമ്പോൾ മുത്തനബി തങ്ങളോട് കൂടുതൽ സലാത്തും സലാമും ഉണ്ടാകാൻ പരമാവധി ആ ബൈത്തുകൾ തന്നെ ചൊല്ലിയാൽ അത് നല്ലതാണ്. മറ്റുള്ളത് പറ്റാത്തത് കൊണ്ടല്ല, ഓരോരുത്തരെയും സൗകര്യത്തിന് ചെയ്യാം. എങ്കിലും നമ്മുടെ മനസ്സിൽ മുത്തനബി തങ്ങളോട് കൂടുതൽ സലാം പറയുന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി ആ ജവാബ് തന്നെ ചൊല്ലലായിരിക്കും നല്ലത്. ആദ്യമായി പറയുന്നു അശ്റഖൽ ബദ്റു അലൈനാ, അശ്റഖൽ ബദ്റു, ഓ പൂർണ്ണചന്ദ്രനാകുന്ന ഹബീബായ നബി തങ്ങളെ ആ പൂർണ്ണചന്ദ്രനോട് ഉപമിക്കുകയാണ് മഹാന്മാർ. മുഴുവൻ സഹാബികളും മുത്തുനബി തങ്ങളെ ഉപമിച്ചത് പൗർണമിയോടാണ്, ചന്ദ്രനോടാണ്. മദീനയിലേക്ക് മുത്തുനബി തങ്ങൾ ആദ്യമായി കടന്നു വന്നപ്പോൾ അൻസാരികളായ സഹാബികൾ ചൊല്ലിയത് എന്താണ്? ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വിദാഇ വജബ ശുക്രു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ. ത്വലഅൽ ബദ്റു അലൈനാ, പൗർണമിയാകുന്ന ഹബീബായ നബി തങ്ങൾ ഞങ്ങളിലേക്ക് വെളിവായി. മിൻ സനിയാത്തിൽ വിദാഇ, ഈ മലയോര പ്രദേശങ്ങളുടെ ഭാഗങ്ങളിലൂടെ മുത്തുനബി തങ്ങളാകുന്ന പൗർണമിയാകുന്ന ചന്ദ്രനാകുന്ന മുത്തുനബി തങ്ങൾ ഞങ്ങളിലേക്ക് കടന്നു വന്നു. ആ കടന്നു വന്നതുകൊണ്ട് വജബ ശുക്രു അലൈനാ, ഞങ്ങളെ മേൽ ആ മുത്തുനബി തങ്ങൾ കടന്നു വന്നതിൽ ശുക്ർ ചെയ്യൽ, നന്ദി ചെയ്യൽ ഞങ്ങൾക്ക് നിർബന്ധമാണ്. മാദാ ലില്ലാഹി ദാഇ, അല്ലാഹുവിലേക്ക് ആരെല്ലാം പ്രബോധനം ചെയ്യുന്നുണ്ടോ, ക്ഷണിക്കുന്നുണ്ടോ, ആ ക്ഷണിക്കുന്ന കാലത്തോളം മുത്തുനബി തങ്ങളെ വന്നതിൽ അവിടുത്തെ ആഗമനത്തിൽ സന്തോഷിക്കല് എല്ലാ മുഅ്മിനിനും നിർബന്ധമാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനം നമുക്ക് ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും, എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എൻ്റെ മരണം നിങ്ങൾക്ക്, എൻ്റെ വഫാത്ത് നിങ്ങൾക്ക് ഖൈറാണ്. അപ്പൊ അവിടുത്തെ വരവ് നമുക്ക് ഖൈറാണ്. അതാണ് മുഴുവൻ സഹാബികളും പറഞ്ഞത് വജബ ശുക്റു അലൈനാ, ഞങ്ങൾക്ക് ആ മുത്തുനബി തങ്ങളെ കിട്ടിയതിൽ ശുക്ർ ചെയ്യൽ നിർബന്ധമാണ്. ആ ശുക്റിന്റെ ഒരു ഭാഗമാണ് അവിടുത്തെ മദ്ഹു ചെയ്യുക എന്നത്. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കി കൊടുത്ത മുഅ്ജിസത്തുകൾ പ്രധാനപ്പെട്ട മുഅ്ജിസത്താണ്, അഹമ്മായ ഏറ്റവും മുഖ്യമായ മുഅ്ജിസത്താണ്. ആ വിശുദ്ധ ഖുർആനിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും മുത്തുനബി തങ്ങളുടെ മദ്ഹുകളാണ് എന്നല്ല പണ്ഡിതന്മാർ പറയുന്നു. പരിശുദ്ധ ഖുർആൻ മുഴുവനും മുത്തുനബി തങ്ങളുടെ മദ്ഹാണ്. മുത്തുനബി തങ്ങളെ കുറിച്ചുള്ള നല്ല ഒരു മദ്ഹിന്റെ പാരായണമാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൽ തന്നെ മുത്തുനബി തങ്ങളെ കുറിച്ച് ധാരാളം പറഞ്ഞത് കാണാം. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി വസിറാജൻ മുനീറാ. മുബശ്ശിറാണ്,
നദീറാണ്, ദാഇയാണ്, സിറാജാണ്. മുത്തുനബി തങ്ങൾ വിളക്കാണ്, ദാഇയാണ്, അതുപോലെ തന്നെ സന്തോഷ റിപ്പോർട്ട് അറിയിക്കുന്നവരാണ്, ഭയപ്പെടുത്തി അറിയിക്കുന്നവരാണ് തുടങ്ങിയ ഒരുപാട് വിശേഷണങ്ങൾ, മദ്ഹുകൾ വിശുദ്ധ ഖുർആൻ നമുക്ക് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഖുർആൻ എക്കാലത്തും നിലനിൽക്കുന്ന മദ്ഹാണ്. അതൊരിക്കലും റസൂലുള്ളാഹിയുടെ കാലത്ത് മാത്രമുള്ള മദ്ഹല്ല. ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ കലാം നിലനിൽക്കുന്നു. എല്ലാ കാലഘട്ടത്തിലും വിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്നു. അങ്ങനെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ മദ്ഹ് ചെയ്യുക എന്നത് വിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിക്കപ്പെട്ട കാര്യമാണ്. അല്ലാഹു നമ്മോട് നിർദ്ദേശിച്ച കാര്യമാണ്. അതുകൊണ്ട് മുഴുവൻ സഹാബികളും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭംഗി പറയുമ്പോൾ, അവിടുത്തെ ഭംഗിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവരൊക്കെ പറയും അവിടുന്ന് പൗർണമിയാണ്, ചന്ദ്രനാണ്. ആ പൗർണമിയാകുന്ന മുത്തുനബി തങ്ങ് വെളിവായതോടുകൂടെ മറ്റുള്ള ചന്ദ്രനുകളെല്ലാം മറ്റുള്ള പ്രകാശങ്ങളെല്ലാം കെട്ടുപോയി. മറ്റുള്ള പ്രകാശങ്ങൾ നമുക്കറിയാം, ചെറിയ ലൈറ്റുകൾക്കിടയിൽ വലിയൊരു ലൈറ്റ് അങ്ങ് ഓണാക്കിയാൽ മറ്റു ലൈറ്റുകൾ കാണാതിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റു ലൈറ്റുകൾക്ക് പ്രകാശം കൊടുക്കാനുള്ള കഴിവ് ഈ വലിയ ലൈറ്റിനുണ്ടാകുന്നു. അതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനത്തോടു കൂടെ അതാ മറ്റുള്ള മുഴുവൻ അമ്പിയാക്കൾ അവരുടെ എല്ലാ ശരീഅത്തിന്റെ നിയമങ്ങളും ഇവിടെ കാലഹരണപ്പെട്ടു പോവുകയാണ്. ഖുർആൻ അല്ലാത്ത മറ്റ് അല്ലാഹുവിന്റെ കലാമുകളാകുന്ന തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ അടക്കമുള്ള കിതാബുകൾ അത് പാരായണം ചെയ്യാനോ അതിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കാനോ പറ്റുകയില്ല. മൂസാ നബിയുടെ ശരീഅത്തനുസരിച്ച് ജീവിക്കാൻ പാടില്ല. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അല്ലെങ്കിൽ ദാവൂദ് നബിയുടെയോ അല്ലെങ്കിൽ മറ്റുള്ള നബിമാരുടെ ശരീഅത്തനുസരിച്ച് ജീവിക്കാൻ പാടില്ല. മുത്തുനബി തങ്ങളുടെ ശരീഅത്ത് വന്നതോടുകൂടെ അതിന്റെ നിയമങ്ങളെല്ലാം മൻസൂഖായി, അത് കാലഹരണപ്പെട്ടുപോയി. അതുകൊണ്ട് തന്നെ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചില്ലേ, ലൗകാന മൂസാ നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ എന്നെ പിന്തുടർന്നല്ലാതെ എന്റെ വഴിയെ തുടരാനല്ലാതെ ഒരാളോടും കൽപ്പിക്കുകയില്ല. മൂസാ നബി അലൈഹിസ്സലാം തെരഞ്ഞെടുക്കുകയില്ല. ആ രൂപത്തിൽ എല്ലാ നബിമാരുടെയും ഖാത്തിമുൻ നബിയായ നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ മുത്തുനബി തങ്ങൾ അവിടുന്ന് ഖാത്തിമുൻ നബിയാണ്, അവസാനത്തെ നബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം മറ്റൊരു പ്രവാചകൻ വരുമെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ നിസ്കരിച്ചിട്ട് കാര്യമില്ല, മറ്റൊരു കർമ്മങ്ങൾ എടുത്തിട്ടും കാര്യമില്ല, അവൻ ഇസ്ലാം എന്ന് പുറത്താണ്. അതാണ് ഖാദിയാനികൾ. മിർസാ ഗുലാം അഹ്മദ് ഖാദിയാനി അവർ ഇസ്ലാമല്ല, മുസ്ലിമീങ്ങളല്ല. അഹ്മദിയാക്കൾ ഒരു മുസ്ലിമീങ്ങളല്ല. അവർ മുത്തുനബി തങ്ങളുടെ ശേഷം ഒരു പ്രവാചകനുണ്ടെന്ന് വിശ്വസിച്ചവരാണ്. അവർ ഇസ്ലാം എന്ന് പുറത്താണ്. അത് ബിദ്അത്തിന്റെ ആളുകളല്ല, മറിച്ച് ഇസ്ലാം എന്ന് പുറത്തു പോയ ആളുകളാണ് ഖാദിയാനികൾ. അവർ മുസ്ലിമീങ്ങളല്ല എന്ന വസ്തുത പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ നാം മനസ്സിലാക്കണം. എന്തേ കാരണം? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം മറ്റൊരു പ്രവാചകനുണ്ട് എന്ന് പറഞ്ഞ ഒരുപാട് ആൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. മുസൈലിമത്തുൽ കദ്ദാബ് അടക്കമുള്ള പല കള്ളപ്രവാചകത്വം വാദിച്ചവരുണ്ട്. അവരൊക്കെ ഇസ്ലാം എന്ന് പുറത്താണെന്നുള്ള കാര്യം മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. മുത്തുനബി തങ്ങൾ അവസാനത്തെ നബിയാണ്. ആ നബിക്ക് ശേഷം വേറൊരു നബിയില്ല. ഈസാ നബി അലൈഹിസ്സലാം ഖിയാമത്ത് നാളാകുമ്പോൾ ഇറങ്ങി വരുമ്പോ അത് പുതിയൊരു നബിയായിട്ടല്ല, റസൂലായിട്ടല്ല, മറിച്ച് ഈസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു ആദ്യമേ നബിയാക്കിയവരാണ്. അവസാന കാലഘട്ടത്തിൽ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി
വരുന്നത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ശരീഅത്തിന്റെ നിയമങ്ങൾ നടപ്പിലാക്കാനാണ്. അല്ലാതെ പുതിയൊരു ശരീഅത്തുമായിട്ട് പുതിയൊരു പ്രവാചകൻ വരികയില്ല. അവസാനത്തെ നബി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ ഹബീബായ നബി തങ്ങളെ ഓർത്തുകൊണ്ടാണ് മഹാന്മാരായ സഹാബികൾ പറയുന്നത്. ആ നബി തങ്ങളെ വിളിച്ചവർ പറയുകയാണ്, ഫഖ്തഫത് മിൻഹുൽ ബുദൂർ. നബി തങ്ങളുടെ ആഗമനത്തോടുകൂടെ മറ്റുള്ള മുഴുവൻ അമ്പിയാക്കളുടെയും ശരീഅത്തുകൾ, അതിന്റെ വിധവിലക്കുകളെല്ലാം കാലാർണപ്പെടുകയും മുത്തുനബി തങ്ങളുടെ എല്ലാ കാലഘട്ടത്തിലും മുത്തുനബി തങ്ങളുടെ അവസാന കാലത്തുള്ള മുഴുവൻ ആളുകൾക്കും അവിടുത്തെ ശരീഅത്ത് മാത്രമേ ഉള്ളൂ. മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹസ് സുറൂർ. മുത്തുനബി തങ്ങളെ കുറിച്ച് മഹാന്മാർ സഹാബികൾ പറഞ്ഞതാണ്, ഓ നബിയേ, തങ്ങളെപ്പോലൊരു ഭംഗി ഇന്നുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളം മദ്ഹ് ചൊല്ലിയ സഹാബി വര്യനല്ലേ. മദ്ഹ് ചൊല്ലി അവിടുന്ന് ഒരുപാട് കാവ്യങ്ങൾ രചിച്ചിട്ടുണ്ട്. ആ മദ്ഹ് ചൊല്ലിയത് കൊണ്ട് തന്നെ മുത്തുനബി തങ്ങളത് അവിടുത്തെ ബഹുമാനിച്ചുകൊണ്ട് മദീന പള്ളിയിൽ അവിടത്തേക്കൊരു സ്റ്റേജ് തന്നെ ഉണ്ടാക്കി കൊടുത്തു. മുത്തുനബി തങ്ങളെ ധാരാളം മദ്ഹ് ചൊല്ലിയ മഹാനാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. മഹാൻ അവർകൾ പാടിയില്ലേ, വ അഹ്സന മിൻക ലം തറ ഖത്തു ഐനി വ അജ്മല മിൻക ലം തലിദിൻ നിസാഉ. നബിയേ, അങ്ങേക്കാളും ഭംഗിയുള്ള ഒരാളെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. വ അജ്മല മിൻക ലം തലിദിൻ നിസാഉ. തങ്ങളെപ്പോലെ ഭംഗിയുള്ള സൗന്ദര്യമുള്ള ഒരാളെയും ഒരു സ്ത്രീയും പ്രസവിച്ചിട്ടില്ല. അള്ളാഹു ഉദ്ദേശിച്ചതിലുപരി ഉദ്ദേശിച്ചതുപോലെയാണ് തങ്ങളെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് തുടങ്ങി മഹാനവകൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ധാരാളം മദ്ഹ് ചൊല്ലിയ മഹാനാണ്. ആ മഹാനവകൾ പറഞ്ഞതാണ്, നബിയെ, തങ്ങളെപ്പോലെ ഒരു ഭംഗി ഇന്നുവരെ കണ്ടിട്ടില്ല. അതാണ് നാം പറയുന്നത്, മിസ്ല ഹുസ്നിക, തങ്ങളെ ഭംഗി പോലെ മാ റഅയ്നാ, ഞങ്ങൾ കണ്ടിട്ടില്ല. ഖത്തുൻ, തീരെ കണ്ടിട്ടില്ല. യാ വജ്ഹസ് സുറൂർ, ഓ സന്തോഷത്തിന്റെ മുഖമേ, സന്തോഷങ്ങളുടെ മുഖമാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം. ആ മുഖമൊന്ന് കണ്ടാൽ, പരിശുദ്ധമായ അവിടുത്തെ ശരീരത്തിന്റെ ആ സുന്ദരമായ മുഖമൊന്ന് കണ്ടാൽ നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ കൂടുന്നു, നമ്മുടെ മനസ്സിൽ വല്ലാത്ത ആനന്ദമാണ്. സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളെ അഹ്ലുകാർക്കും ഈ ശബ്ദം കേൾക്കുന്ന സർവ്വ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും ആ പരിശുദ്ധമായ ഒരു വലിയ ഭാഗ്യം നീ നൽകണേ അല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ മൗലിദ് നടത്തിയതിന്റെ പേരിൽ, അവിടുത്തെ പേരിൽ മദ്ഹ് ചൊല്ലിയതിന്റെ പേരിൽ, അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലിയതിന്റെ പേരിൽ, അവിടുത്തെ മാസം വന്നപ്പോൾ അവിടുത്തെ ആഗമനത്തിൽ സന്തോഷിച്ചുകൊണ്ട് അവിടുത്തെ മാസത്തെ സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾ ലൈറ്റുകളും മറ്റും സന്തോഷ പ്രകടനങ്ങൾ നടത്തി. അതെല്ലാം അവിടുത്തെ മുഖമൊന്ന് കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, അതിന് കാരണമാക്കണേ അല്ലാ. ആ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മുഖമൊന്ന് കണ്ടാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്.
മഹാന്മാരായ സ്വഹാബികൾ മുഴുവനും അവരുടെ ജീവിതത്തിൽ ഏതൊക്കെ പ്രതിസന്ധികൾ വരുമ്പോഴും അവർ ഓടിപ്പോകുന്നത് ഹബീബിനൊന്ന് കാണാനാണ്. ഒരുപാട് സ്വഹാബികൾ നിസ്കാരത്തിൽ മുത്തുനബി തങ്ങൾ ജമാഅത്തിൽ കൂടാൻ പോകുന്നവരാണ്. എല്ലാ സഹാബികളും തിക്കും തിരക്കും കൂട്ടും. എന്തിനു വേണ്ടി? മുത്തുനബി തങ്ങളോട് കൂടെ ജമാഅത്തിൽ പങ്കെടുക്കുമ്പോ ആ ജമാഅത്തിൽ ഒന്നാമത്തെ സഫ് കിട്ടണം. മാത്രമല്ല ഒന്നാമത്തെ സഫിൽ വലതു ഭാഗത്ത് നിൽക്കാൻ അവർ തിക്കും തിരക്കും കൂട്ടുന്നു. എന്തേ കാരണം? ഒന്നുമല്ല, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരം കഴിഞ്ഞങ്ങ് തിരിഞ്ഞിരിക്കുമ്പോൾ ആ സുന്ദരമായ മുഖമൊന്ന് കാണാം. അവിടുത്തെ കണ്ണുകൊണ്ട് ഞങ്ങളെ മുഖത്തേക്കുള്ളൊരു നോട്ടം കിട്ടുമല്ലോ എന്ന വലിയ ആശ കൊണ്ട് മുഴുവൻ സഹാബികളുടെയും ആഗ്രഹം അതാണ്. മുത്തുനബി തങ്ങളെ എങ്ങനെ നോക്കി നിന്ന് അവിടുത്തെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവർ ആനന്ദിക്കുന്നു, അവരതാ സന്തോഷിക്കുന്നു. അല്ലാ, അവിടത്തൊന്ന് കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. മാറാ യാ വജ്ഹസ് സുറൂർ, ഓ സന്തോഷങ്ങളുടെ മുഖമേ, അവിടുത്തെ മുഖമൊന്ന് കാർമേഘത്തിലേക്ക് കാട്ടിയാൽ അവിടുന്നതാ മഴ ലഭിക്കുന്നു. മൃഗങ്ങളിലേക്ക് കാണിച്ചാൽ മൃഗങ്ങൾ സംസാരിക്കുന്നു. കല്ലുകൾ കണ്ടാൽ കല്ലുകൾ സംസാരിക്കുന്നു. അവിടെ നിന്ന് നോക്കിയാൽ കേടുവന്ന ഹൃദയം നന്നാകുന്നു. അവിടുത്തെ ഒരു നോട്ടം ലഭിച്ചാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മുഖം കൊണ്ട് മഴയില്ലാത്ത സമയത്ത് മഴ ലഭിക്കുന്നു. വഅബിയാദ യുസ്തസ്ഖൽ ഖമാമു ബിവജി സിമാലുൽ യതാമാ ഇസ്മത്തുൽ ലിൽറാമിലി. അതുപോലെ അവിടുത്തെ വഫാത്തിന് ശേഷവും അവിടുത്തെ മുഖത്തിന്റെ ഭാഗം ആ ഖബർ ഷരീഫ് വാനലോകത്തേക്ക് കാണിക്കുമ്പോൾ അവിടെ നിന്ന് ആ മഴ ലഭിക്കുന്നു. ഹദീസുകളില്ലേ, ചരിത്രത്തിലില്ലേ? അങ്ങനെ അവിടുത്തെ മുഖം കൊണ്ട് ഒരുപാട് സന്തോഷങ്ങളുള്ള മുഖമാണ്. യാ വജ്ഹസ് സുറൂർ അന്ത ശംസുൻ അന്ത ബദ്റുൻ അന്ത ഫൗഖ നൂർ അന്ത ഇക്സീറു വഗാലിബിനോട് ചോദിച്ചില്ലേ, അവ്വലു മാ ഖലഖല്ലാഹു, അള്ളാഹു ആദ്യമായി എന്താണ് സൃഷ്ടിച്ചതെന്ന് അറിയുമോ എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്, നൂറു നബിയിക യാ ജാബിർ, ഓ ജാബിറേ, നിന്റെ നബിയുടെ നൂറിനെയാണ് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ്, ആ നൂറിനെയാണ് അവിടുന്ന് ആദ്യമായി സൃഷ്ടിച്ചത്. ആ നൂറാണ് എല്ലാറ്റിനും കാരണമാകുന്നത്. ഈ ലോകത്ത് പ്രകാശം നൽകുന്ന ഏതൊക്കെ വസ്തുക്കളുണ്ടോ, സൂര്യനായാലും ശരി, ചന്ദ്രനായാലും ശരി, അതിനൊക്കെ കാരണക്കാരാകുന്നത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാണ്. അതുകൊണ്ട് തന്നെ അന്ത നൂറുൻ ഫൗഖ നൂർ, മാത്രമല്ല അന്ത ഇക്സീറുൻ വഗാലിം, അന്ത ഇക്സീറുൻ, തങ്ങൾ ഇക്സീറാണ്, വഗാലിം, അതിനേക്കാളും കൂടുതൽ വിലപിടിപ്പുള്ള വസ്തുവാണ് തങ്ങൾ. വളരെ വിലപിടിപ്പുള്ള ഒരു വസ്തുവാണ് ഇക്സീർ.
രസതന്ത്രത്തിലുള്ള വലിയൊരു ചെടിയാണ്. ആ ചെടി കൊണ്ട് അത് ചെമ്പുമായി ചേർക്കുമ്പോൾ സ്വർണമായി മാറും. സ്വർണമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന രസതന്ത്രത്തിലെ ഒരു ചെടിയാണ് ഇക്സീർ. വളരെ വിലപിടിപ്പുള്ള വസ്തുവാണ്. ആ വസ്തുവിനോട് മുത്തുനബി തങ്ങളെ ഉപമിക്കുകയാണ്. അന്ത ഇക്സീർ, തങ്ങൾ ഇക്സീറാണ് എന്നല്ല, വഗാലി, അതിനേക്കാളും മേലെയാണ്. അന്ത മിസ്ബാഹുസ് സുദൂർ, തങ്ങൾ ഹൃദയങ്ങളുടെ വിളക്കാണ്. ഈ അശ്റഖബീത്ത് ചൊല്ലുമ്പോൾ ഞാൻ പറയുന്ന ചുരുങ്ങിയ രൂപത്തിലുള്ള അർത്ഥമെങ്കിലും നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നാൽ മുത്തുനബി തങ്ങളെ ഓർത്തുകൊണ്ട് അവിടത്തേക്ക് സലാത്തും സലാം ചൊല്ലുമ്പോൾ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുന്നു. അതിനു വേണ്ടിയാണ് ഞാൻ ചുരുങ്ങിയ രൂപത്തിൽ പറയുന്നത്. അന്ത മിസ്ബാഹുസ് സുദൂർ, നബിയേ, അങ്ങ് ഹൃദയങ്ങളുടെ വിളക്കാണ്, പ്രകാശമാണ്. നബിയേ, അന്ത മിസ്ബാഹുസ് സുദൂർ, ഹൃദയങ്ങളുടെ പ്രകാശമാണ്, വിളക്കാണ്. മുത്തുനബി തങ്ങളെ മനസ്സിൽ കൊണ്ടു നടന്നാൽ നമുക്ക് വല്ലാത്തൊരു ആനന്ദമാണ്, വല്ലാത്തൊരു സമാധാനമാണ്. ഒരാൾ കൂരിരുട്ടിലൂടെ പോകുമ്പോൾ അയാളെ കയ്യിൽ ഒരു ലൈറ്റ് ഉണ്ടായാൽ, ഒരു ടോർച്ച് ഉണ്ടായാൽ അയാൾക്ക് വലിയ സമാധാനമാണ്. എന്നതുപോലെ ഏത് പ്രതിസന്ധികൾ വന്നാലും ഏത് മേഖലയിൽ പെട്ടാലും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നാൽ, അവിടുത്തെ മഹത്വമൊന്ന് നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നാൽ അത് നമുക്ക് സമാധാനമാണ്. അത് മുഅ്മിനീങ്ങളുടെ ഹൃദയം പ്രകാശിപ്പിക്കാൻ കാരണമാണ്. സിറാജുൽ ഖുലൂബാണ്. അന്ത മിസ്ബാഹുസ് സുദൂർ, യാ ഹബീബി യാ മുഹമ്മദ്, ഓ ഹബീബായ നബിയേ, അല്ലാഹുവിന്റെ ഹബീബായ നബിയേ, യാ മുഹമ്മദ്, ഓ സ്തുതിക്കപ്പെട്ടവരെ. മുത്തുനബി തങ്ങളുടെ പേര് നേരിട്ട് നാം വിളിക്കുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പേര് മാത്രം നാം വിളിക്കാൻ പാടില്ല. മുഹമ്മദ് എന്ന് മാത്രം വിളിക്കുന്നില്ല. മറിച്ച് മുത്തുനബി തങ്ങൾ നമ്മോട് ആ രൂപത്തിൽ യാ മുഹമ്മദ് എന്ന് വിളിച്ച് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ആ രൂപത്തിൽ നാം പേര് വിളിക്കുന്നു. അല്ലാത്ത സ്ഥലങ്ങളിൽ നാം പേര് വിളിക്കുമ്പോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു സ്തുതിക്കപ്പെട്ടവരെ എന്ന നിലയിൽ യാ മുഹമ്മദ്, യാ ഹബീബി യാ മുഹമ്മദ്, യാ അറൂസൽ ഖാഫിഖീൻ, ഓ മശ്രിഖിന്റെയും മഗ്രിബിന്റെയും കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും പുതുമണവാളനായ നേതാവാകുന്ന നബിയേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പുതുമണവാളനെ പോലെയാണ്. ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും, ഈമാനുള്ളവർ മുഴുവനും ആ ഹബീബിനോട് ഖിദ്മത്ത് ചെയ്യുന്നവരാണ്. ജീവിതകാലത്തും വഫാത്തിന് ശേഷവും ഈമാനുള്ള മുഴുവൻ ആളുകളും അവിടുത്തെ ഖാദിമീങ്ങളാണ്. ഒരു പുതുമണവാളൻ, ഇന്നലെ വരെ നമ്മുടെ കൂടെ നടന്ന ചെറുപ്പക്കാരൻ, അവൻ പുതിയാപ്പിളായാൽ, പുതുമണവാളനായാൽ പിന്നെ അവനക്ക് പ്രത്യേകമായ പരിഗണന നാം നൽകുന്നു. അവൻ വരുമ്പോൾ പ്രത്യേകം കസേര നാം ഇട്ടുകൊടുക്കുന്നു. അതുപോലെ അവനെ പ്രത്യേകമായി പരിഗണിക്കുന്നു. എല്ലാ ഉസ്താദുമാരെക്കാളും സയ്യിദന്മാരെക്കാളും നല്ല ഒരു കസേരയിൽ പുതുമണവാളനായി വരുമ്പോൾ അവനെ പരിഗണിക്കുന്നു. അതുപോലെ മുത്തുനബി തങ്ങൾ എല്ലാവരാലും പരിഗണന അർഹിക്കുന്നവരാണ്, എല്ലാവരാലും സ്നേഹം അർഹിക്കുന്നവരാണ്, എല്ലാവരുടെയും സേവനം അർഹിക്കുന്നവരാണ്. അത് ഏത് കാലത്തും അങ്ങനെ തന്നെയാണ്. മുത്തുനബി തങ്ങൾക്ക് മാത്രമല്ല, അവിടത്തോട് ബന്ധപ്പെട്ട ഏതൊക്കെ വസ്തുക്കളുണ്ടോ അതിനെല്ലാം സേവനം